ആകാശം ഇനി നമുക്ക് വെറുമൊരു അതിരല്ല, അത് നമ്മുടെ പുതിയ തട്ടകമാണ്. പതിറ്റാണ്ടുകളായി വിദേശ വിമാന കമ്പനികൾ ആധിപത്യം സ്ഥാപിച്ചിരുന്ന മേഖലയിലേക്ക് ഇന്ത്യ കടക്കുകയാണ്. ബോയിങ്ങും എയർബസും ATR പോലുള്ള വമ്പൻ വിമാന കമ്പനികളാണ് നമ്മുടെ ആകാശം ഭരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ ഒരു പുതിയ ചരിത്രം കുറിക്കാൻ പോവുകയാണ്. സ്വന്തമായി ഒരു കാർ നിർമ്മിക്കുന്നത് പോലെയല്ല ഒരു യാത്രാ വിമാനം നിർമ്മിക്കുന്നത്. അത് വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സാണ്. ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രം അവകാശപ്പെടാനാവുന്ന ആ എലൈറ്റ് ക്ലബിലേക്ക് ഇന്ത്യ കടക്കാൻ പോകുന്നു. റീജിയണൽ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് 90 എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയുടെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾക്കായി 12,511 കോടി രൂപയാണ് സർക്കാർ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ RTA-90? നമുക്ക് നോക്കാം. ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ നിക്ഷേപങ്ങളിൽ ഒന്നാണിത്. ഈ പണം ഉപയോഗിക്കുന്നത് വിദേശത്ത് നിന്ന് സാങ്കേതിക വിദ്യ വാങ്ങാനല്ല. വിമാനത്തിന്റെ ഡിസൈൻ, വികസനം, പ്രോട്ടോടൈപ്പ് നിർമ്മാണം, പരീക്ഷണ പറക്കലുകൾ എന്നിവ ഇന്ത്യയിൽ തന്നെ നടത്താനാണ് തീരുമാനം. കേന്ദ്ര സർക്കാർ ഇതിനായി ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അഥവാ SPV രൂപീകരിക്കുകയാണ്. ഒരു വലിയ ലക്ഷ്യം വേഗത്തിലും കൃത്യതയോടും പൂർത്തിയാക്കാൻ സർക്കാർ രൂപീകരിക്കുന്ന ഒരു പ്രത്യേക സ്വതന്ത്ര കമ്പനിയാണ് SPV. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ പ്രമുഖ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസും സ്വകാര്യ മേഖലയിലെ വമ്പന്മാരും കൈകോർക്കുന്ന ഒരു സംയുക്ത സംരംഭം. ഈ വമ്പൻ തയ്യാറെടുപ്പ് കോർത്തിണക്കിയ ഇന്ധനക്ഷമതയേറിയ ലോക നിലവാരത്തിലുള്ള ഒരു ഇന്ത്യൻ വിമാനം. നിലവിൽ വിദേശ വിമാനങ്ങൾ വാങ്ങാനും പാട്ടത്തിനെടുക്കാനും ഇന്ത്യ കോടിക്കണക്കിന് ഡോളറാണ് ചിലവാക്കുന്നത്. സ്വന്തം വിമാനം വരുന്നതോടെ വിമാനങ്ങൾ വേണ്ടി വരുന്നത്. നിലവിൽ ഈ റൂട്ടുകളിൽ പറക്കുന്ന ഭൂരിഭാഗം വിമാനങ്ങളും വിദേശത്ത് നിന്ന് വലിയ തുകയ്ക്ക് ലീസിനെടുത്തവയാണ്. ഇത് ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കാൻ കാരണമാകുന്നു. പ്രാദേശികമായി നിർമ്മിക്കുന്ന വിമാനങ്ങൾ പറന്നു തുടങ്ങുന്നതോടെ സാധാരണക്കാർക്കും വിമാനയാത്ര സാധ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. കൂടാതെ ഒരു വിമാന നിർമ്മാണശാല എന്നത് ആയിരക്കണക്കിന് ചെറുകിട വ്യവസായങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒന്നാണ്. ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. ഇത് വെറുമൊരു സ്വപ്നമല്ല, പണിപ്പുരയിലുള്ള യാഥാർത്ഥ്യമാണ്. സരസ് വിമാനം നിർമ്മിച്ച് നമ്മൾ കരുത്ത് തെളിയിച്ചതാണ്. പഴയ സിനിമകളിൽ കാണുന്നത് പോലെ നൂറുകണക്കിന് സ്വിച്ചുകളും സൂചികകളുമുള്ള മീറ്ററുകളും ഇനി കാണില്ല. പകരം വലിയ LED സ്ക്രീനുകളായിരിക്കും പൈലറ്റിന് മുന്നിൽ ഉണ്ടാവുക. പക്ഷേ വെല്ലുവിളികൾ ചെറുതല്ല. വിമാന നിർമ്മാണത്തിലെ കടുത്ത അന്താരാഷ്ട്ര നിയമങ്ങൾ, എഞ്ചിൻ സാങ്കേതിക വിദ്യയിലെ സ്വയം പര്യാപ്തത എന്നിവ നാം മറികടക്കേണ്ടതുണ്ട്. അതിനായി ഒരു അന്താരാഷ്ട്ര പാർട്ണറെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ മിടുക്കും ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയും ഒന്നിക്കുമ്പോൾ പിറക്കുന്നത് ലോകം മുഴുവൻ കീഴടക്കാൻ ശേഷിയുള്ള ഒരു ഇന്ത്യൻ വിമാനമായിരിക്കും. ലോകത്തെ ഏറ്റവും മികച്ചവരിൽ നിന്ന് പഠിച്ച് അവരെക്കാൾ മികച്ചത് നിർമ്മിക്കാനാണ് നാം ഒരുങ്ങുന്നത്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യൻ ആകാശത്ത് പറന്നുയരുന്ന 10-ൽ 1 വിമാനമെങ്കിലും മേക്ക് ഇൻ ഇന്ത്യ ആയിരിക്കണം എന്നതാണ് ലക്ഷ്യം. പ്രതിരോധ മേഖലയിൽ തേജസ് യുദ്ധവിമാനം പറത്തിയ ആത്മവിശ്വാസവുമായി നാം സിവിലിയൻ മേഖലയിലേക്കും ചുവടുവയ്ക്കുന്നു. ഇതൊരു ഗതാഗത കുതിപ്പ് മാത്രമല്ല, ഇന്ത്യ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ് ആയി മാറുന്നതിന്റെ അടയാളമാണ്. വിമാനങ്ങൾക്കായി ലോകം ഇനി ഇന്ത്യയിലേക്ക് നോക്കുന്ന കാലം വിദൂരമല്ല.